ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് നാളുകളായിട്ട് കുറേ അവളമാർക്കെതിരെ പ്രതികരിക്കുന്നുണ്ടല്ലേ. സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു കുറവുമില്ല. ഓരോ ദിവസം ചെല്ലും തോറും ഓരോ അവളമാരും കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും കുറച്ച് നാൾ, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ യൂട്യൂബ് മെമ്പർഷിപ്പ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള അപരാധം കാണിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ അധികം അവളുമാരുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു താരമാണ് നിമിഷ ബിജു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്കെതിരെയൊക്കെ നമ്മൾ ഒരുപാട് പ്രതികരിച്ചു, ഒരുപാട് ട്രോളുകൾ വന്നു. എത്രയൊക്കെ ആരൊക്കെ അവർക്കെതിരെയൊക്കെ പ്രതികരിച്ചാലും ഒരു നാണവും മാനവും ഇല്ലാതെ അവരൊക്കെ വീണ്ടും വീണ്ടും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലെ സോഷ്യൽ മീഡിയ വഴി ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രതികരിച്ച, നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എത്ര നെഗറ്റീവ് കമന്റ് കണ്ടാലും എത്ര തെറിവിളി കേട്ടാലും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും ഇവരൊക്കെ സ്വന്തം ശരീരം തന്നെ പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മൾ കൊള്ളാത്തവർ, നമ്മളൊക്കെ എന്തോ അപരാധം പറഞ്ഞാണൊക്കെ ചില ആൾക്കാരുടെ കമന്റുകൾ. നിമിഷ ബിജുയുടെ ഇൻസ്റ്റയിലെ ഒരു സ്റ്റോറി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീക്ക് എങ്ങനെ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടാൻ പറ്റുന്നു? പ്രത്യേകിച്ച് ഒരു കുടുംബമുള്ളൊരു സ്ത്രീയാണ്, ഇവർക്ക് ഭർത്താവും മക്കളും ഒക്കെ ഉള്ളവരാ. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ കുടുംബം കൂടെയുണ്ട്. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇതുപോലെയൊക്കെ കാണിച്ച് പണം ഉണ്ടാക്കാൻ ഏത് കുടുംബമാണ് കൂടെ നിൽക്കുന്നത്? കഷ്ടം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളും സ്ത്രീകളൊക്കെ തന്നെ, പക്ഷേ കുട്ടികളെ നോക്കാനും അല്ലെ കുടുംബം നോക്കാനും ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിലേക്ക് പോകുന്നത് അതൊരുമാതിരി നാണം കെട്ട ഏർപ്പാടാണ് കേട്ടോ. ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് സ്ത്രീകള് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ, അല്ലെ ഭർത്താവ് മരിച്ചു പോയ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ടാണെങ്കിലും സ്വന്തം മക്കളെ നോക്കുന്ന സ്ത്രീകളുണ്ട്. വീട്ടുപണിക്ക് പോയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി ജോലി ചെയ്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാന്യമായിട്ട് അധ്വാനിച്ച് കുട്ടികളെ നോക്കുന്ന, അല്ലെ കുടുംബം നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുമൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് കുട്ടികളെ നോക്കുന്നത്. അല്ലാതെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചും, അല്ലെങ്കിൽ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ലൈവിലൂടെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചല്ല അവരാരും കുട്ടികളെ നോക്കുന്നതും കുടുംബം നോക്കുന്നതും. എന്നിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ന്യായീകരണമാണ് കേട്ടോ. ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. എന്ത് കഷ്ടപ്പാടാണ് രാത്രി ശരീരം പ്രദർശിപ്പിക്കുന്നത്. അതിലും ഭേദമുണ്ടല്ലോ, പോയി പിച്ച എടുക്ക്. എത്രയോ അന്തസ്സുള്ള ഒരു പരിപാടിയാണ് പിച്ച എടുത്ത് ജീവിക്കുന്നത്, അല്ലേ? അല്ലാതെ ഇവളുമാരെ പോലെയൊക്കെ സ്വന്തം ശരീരം തന്നെ മറ്റുള്ള പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടും, അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെ സുഖിപ്പിച്ചിട്ടും ഇവൾക്കൊക്കെ കിട്ടുന്ന ഈ പണം കൊണ്ടാണ് സ്വന്തം മക്കൾക്ക് അരി വാങ്ങി കൊടുക്കുന്നത്, അല്ലെ സ്വന്തം മക്കൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുന്നത്. ഇവളുമാരോടൊക്കെ അറപ്പും വെറുപ്പും തോന്നുകയാണ്. നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് ഇവളൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അയ്യോ, പിന്നെ നമുക്കൊന്നും ഇല്ലാത്ത കുറ്റങ്ങളില്ല, നമ്മൾ കൊള്ളാത്തവര്, നമ്മൾ ചീത്ത. ഈ നിമിഷ ബിജു, നിഷാന, ഒരു നിഷാശ്രീ, ഇവളുടെയൊക്കെ ഉണ്ടല്ലോ അഴിഞ്ഞാട്ടം. ഇൻസ്റ്റഗ്രാമിലെ പല പല പേജുകളിലായിട്ട് ഇവളുടെയൊക്കെ രാത്രി സംസാരങ്ങൾ, അതായത് ഈ പെയ്ഡ് വഴി, അതായത് ഈ പണം കൊടുത്തിട്ട് ആണുങ്ങളെ വിളിച്ച് സുഖിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി, ഫോൺ കോളിലൂടെ സുഖിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിഷാന ചെയ്യുന്നുണ്ട്, നിഷാശ്രീ ചെയ്യുന്നുണ്ട്. നിമിഷ ബിജു അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതേ ഉള്ളൂ ഒരു പേജിൽ ഈ നിഷാനയും അതുപോലെ നിഷാശ്രീയൊക്കെ ഇവളുമാരുടെയൊക്കെ അഴിഞ്ഞാട്ടത്തിന്റെ, എൻ്റെ പൊന്നോ, കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയോ. എങ്ങനെ ഇവളുമാർക്കൊക്കെ പറ്റും ഈ ഒരു സ്വന്തം ശരീരം ഇങ്ങനെ കാണിച്ച് പണം ഉണ്ടാക്കാനായിട്ട്? എത്ര നാളിങ്ങനെ സ്വന്തം ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കും? എത്ര നാളുണ്ടാക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ, അല്ലെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ, നമ്മൾ കൊള്ളാത്തവര്, നമ്മൾ കുലസ്ത്രീകള്, എന്താ ഇവളെയൊക്കെ പറയേണ്ടത്? എന്താ ഇവളുടെയൊക്കെ സ്വന്തം കാര്യങ്ങൾ നടക്കാനും, സ്വന്തം കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാനും എത്രയോ പുരുഷന്മാരെയാണ് ഇവളുമാരൊക്കെ ഇമാതിരി അഴുക്ക് ചാലിലേക്ക് വിളിച്ചിടുന്നത്. ഇവളുടെയൊക്കെ ഈ മെമ്പർഷിപ്പും അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ ലൈവും ഒക്കെ കാണാൻ എത്രയോ പുരുഷന്മാരാ. അതിൽ ഒരുപക്ഷെ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവാം, പ്രായമുള്ള ആൾക്കാരുണ്ടാവാം. ഇവളുമാരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി കുറച്ച് ശരീരം കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. ആണുങ്ങൾ പണിയെടുക്കുന്ന കാശ് ഉൾപ്പെടെ ഇവളുമാർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഈ അപരാധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവളുമാർക്കൊക്കെ പണം മതി, അതിനു വേണ്ടി എന്തിനും തയ്യാറാണ്. നിമിഷ ബിജോയുടെ കാര്യം, ഇങ്ങനെ ഫോൺ വിളിച്ച്, അതിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ നിമിഷ ബിജോയ്ക്ക് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ ലൈവ് ഉണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലൈവിന്റെ ആൾക്കാരെ ക്ഷണിക്കുന്നതിന്റെ ഒരു സ്റ്റോറി ഞാൻ കണ്ടു കേട്ടോ, കുളിക്കുന്ന വീഡിയോ.
എന്താ ഇതിന് പറയണ്ടേ? ഇവർക്കൊക്കെ ഒരു ഭർത്താവില്ലേ കൂടെ? അയാളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നു? അല്ല, അറിയാൻ വയ്യായിട്ട് ചോദിക്കും, ഈ നട്ടല് എന്ന് പറയുന്ന സാധനം ഇല്ലേ? ഇല്ലാത്ത ഒരാളാണോ കൂടെയുള്ളത്? ഭർത്താവുള്ള സ്ത്രീകന്മാര് പോലും ഇപ്പൊ ഈ രീതിയിലാണ് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഭർത്താവിന് മേലനങ്ങി പണിയെടുക്കാൻ പറ്റാത്ത ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു അപരാധം കാണിച്ച് ഇവളൊക്കെ പണം ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കുന്നത്. അയ്യോ, ഇവൾക്കൊക്കെ പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളും ഉണ്ട് കേട്ടോ. ഈ അറപ്പാണ് തോന്നുന്നത്, പുഴുത്ത പട്ടിയോട് തോന്നുന്ന അതിലും ഉറപ്പാണ് ഇവളുമാരെ പോലുള്ളവളുമാരോടൊക്കെ തോന്നുന്നത്. സ്വന്തം ശരീരം തന്നെ മറ്റുള്ള പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് അവരെ സുഖിപ്പിച്ചിട്ട് കിട്ടുന്ന ഈ ഒരു പണം കൊണ്ട് എത്ര നാൾ ഇവളൊക്കെ ജീവിക്കും? എത്ര നാൾ ജീവിക്കും? അറപ്പാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള അവളുമാരോട്. നമ്മള് എന്താ പറയാ, രേണുവിനെതിരെ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ട്. എന്റെയൊക്കെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വന്ന് കമന്റ് ഇടുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ട് രേണുവിനെ മാത്രം പറയുന്നു? ഈ നിമിഷ ബിജോ കാണിക്കുന്ന അഴിഞ്ഞാട്ടം നിങ്ങൾ കാണുന്നില്ലേ എന്ന്. ശരിയാണ്, നിമിഷ ബിജോയ്ക്ക് എന്തുവാ കാണിച്ചു കൂട്ടുന്നത്? ഒരു ഭയവും ഇല്ല. എന്തോ അവര് ചെയ്യുന്ന പ്രവൃത്തി ഭയങ്കര നല്ലതാണെന്നാണ് അവരുടെ വിചാരം. ഭയങ്കര നല്ലത് തന്നെയാ. കുട്ടികൾ വളർന്നു വരുന്നുണ്ട് ഇവർക്കൊക്കെ. ഇവർക്കൊക്കെ കുടുംബവും കുട്ടികളും ഉള്ള. കുടുംബം പോട്ടെ, കുട്ടികളെങ്കിലും ഒന്ന് ഓർക്കാലോ. ഇതിലും ഭേദം പോട്ടെ, ഇവർക്കൊക്കെ വ്ളോഗുകൾ ചെയ്യാം അല്ലെ? നല്ല രീതിയിലുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയോ ആൾക്കാർ, എത്രയോ യൂട്യൂബേഴ്സ് ഫാമിലി വ്ളോഗുകൾ ചെയ്ത് അല്ലെ കിച്ചൺ വീഡിയോ ഒക്കെ ചെയ്ത് എത്രയോ ആൾക്കാർ പണം ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു അന്തസ്സില്ലേ? അല്ലാതെ ഇതുപോലെ സ്വന്തം ശരീരം തന്നെ ഒരു വിൽപ്പന ചരക്കാക്കി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കുട്ടികളെ നോക്കുന്നു. ഭർത്താവുള്ള സ്ത്രീയാണ് ഈ നിമിഷ ബിജോ എന്ന് പറയുന്നത്. അവർക്ക് ഭർത്താവുണ്ട്. അയാളാണ് ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ഇതിനൊക്കെ പറയേണ്ട? എന്താ അയ്യോ, ആത്മാഭിമാനം എന്നൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. ഇവിടെ അടുത്തൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, ലോട്ടറി വിൽക്കാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? അവരും ഒക്കെ കഷ്ടപ്പെടുന്ന കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷെ പോയി ഒരു ജോലി ചെയ്യാനുള്ള ഒരു ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖം ഉള്ളവരായിരിക്കും. എന്നിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന ഒരു ജോലി അവർ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് അന്തസ്. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ മക്കൾക്ക് അരി വാങ്ങി കൊടുത്താലുണ്ടല്ലോ, അതിലൊരു അന്തസ്സുണ്ട്, ഒരു ആത്മാഭിമാനമുണ്ട്. അല്ലാതെ സ്വന്തം ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് കിട്ടുന്ന പണം കൊണ്ട് കുട്ടികൾക്ക് അരി വാങ്ങി കൊടുത്താൽ ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ തിരിച്ചു ചോദിക്കുന്ന ഒരു അവസരം വരും. നമുക്ക് കണ്ട് തന്നെ അറിയാം ഇതിനൊക്കെ വരാൻ പോകുന്നത് എന്താണെന്ന്.